Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. റൈറ്റ്, ഇനി ആകെ 2 ആഴ്ചയും കൂടെ ഉള്ളല്ലേ നൈറ്റ് ഓഫ് ചാമ്പ്യൻ സൗദിയിൽ. ആ സമയത്താണ് കിങ് ഓഫ് ദ റിംഗും ക്വീൻ ഓഫ് ദ റിംഗ്. അപ്പം WWE ഷോസ് അല്ലെങ്കിൽ മെയിൻലി റോയും സ്മാക്ഡൗണും എല്ലാം അതിനോട് അനുബന്ധിച്ചുള്ള സ്റ്റോറി ലൈനും മാച്ചസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് നമ്മളിപ്പോൾ ഇയർലി കപ്പിൾ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഇയർലി കാണുന്നുണ്ട്. അടുപ്പിച്ച് പണ്ടെന്ന് പറഞ്ഞാൽ ഇടവിട്ടൊക്കെ ആയിരുന്നു. തിരിച്ച് കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗ് തിരിച്ചു വരവിന്റെ ഒരു ഇതാണ്. അപ്പം സംഗതി എപ്പോഴും അതൊരു എക്സൈറ്റ്മെന്റ് ആണ്. ആ ഒരു ബ്രാക്കറ്റ്, ആ ഒരു ടൂർണമെന്റ്, നമുക്ക് ഏത് ടൂർണമെന്റ് നടന്നാലും റെസ്ലിംഗ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ സംഗതി തന്നെയാണ്. കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിംഗിന്റെ ടൂർണമെന്റ്സ് എപ്പോഴും അതൊരു ആവേശകരമായ സംഗതിയാണ്. ഫസ്റ്റ് റൗണ്ട് ക്വാളിഫൈഡ് ആയ കഴിഞ്ഞ റോയിങ് സ്മാക്ഡൗണിൽ ക്വാളിഫൈഡ് ആയി കുറച്ച് ആൾക്കാർ ഇതായി. പിന്നെ ഈ വീക്കിൽ റോയിലും സ്മാക്ഡൗണിലും അതുപോലെ തന്നെ സംഗതിയിൽ നടന്നിരുന്നു. അപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ റോയിലത്തെ മാച്ചസ് എല്ലാം വലിയ സംഗതികളൊന്നും റോയിൽ നടക്കുന്നില്ല. ആകെ ആ കിങ് ഓഫ് ദി റിംഗിനും നൈറ്റ് ഓഫ് ചാമ്പ്യൻസിനും വേണ്ടി ജസ്റ്റ് 2-3 സംഗതി ഇത് നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തു പറയാനാണെങ്കിൽ നമുക്ക് മെയിൻ ഇവന്റ് സെത്ത് റോളിൻസും ജവാൻ ഓവൻസും പിന്നെ നമ്മുടെ റിക്കി സെയിൻസും ടാലറ്റോങ്ക. അതെ, അതൊരു നല്ല മാച്ച് തന്നെയായിരുന്നു. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ജവാൻ എവൻസ് വിക്ടോറിയസ് ആയി എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് നല്ലൊരു മാച്ച് ആയിരുന്നു. സെത്തിനെ വന്ന് വിഷൻ അറ്റാക്ക് ചെയ്തു, സെത്തിനെ കോസ്റ്റ് ചെയ്തു ആ മാച്ച്. ജവാൻ വിക്ടറീസ് ആയി, മീ ഫൈനലിലോട്ട് 3ാമത്തെ ആളായിട്ട് അഡ്വാൻസ് ആയി. അത് നല്ലൊരു മാച്ച് തന്നെയായിരുന്നു, വളരെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. അത് നല്ലൊരു എന്നാ പറയുന്നത്, ഒരു ഹൈ ഫ്ലയർ ഇൻവോൾവ് ആയിട്ടുള്ളതിൻ്റെ ഒരു തരം ഫാസ്റ്റ് പേസ്. റിക്കി സെയിൻസ് ആണെങ്കിലും സെത്ത് റോളിൻസ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻട്രിങ് വർക്കേഴ്സാണ്. അങ്ങനെ ഫാസ്റ്റ് പേസ്ഡ് ആണോയെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ പിന്നെ അത്യാവശ്യം എല്ലാ രീതിയിലും വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ജവാൻ എവൻസിനെ അവർ പുഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായത്. അതായത് പുള്ളിക്കാരനെ എങ്ങനെയും നല്ലൊരു പൊസിഷൻ കൊടുക്കാനും പുഷ് ചെയ്യാനും അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബ്രാക്കറ്റ്സ് നമുക്കറിയാം. ഇപ്പം 2 നിന്നും ബ്രാക്കറ്റ്സ് ഇനി സെമി ഫൈനലിനുള്ള ബ്രാക്കറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഇപ്പം എങ്ങനെയാണ് അഡ്വാൻസ് ആകുന്നതെന്ന് അറിയത്തില്ല. ഫൈനലിൽ ആരൊക്കെ വരും. ഞാൻ ചുമ്മാ വൈൽഡായിട്ട് ഒരു ഗസ് ചെയ്തതാണ്. ഇപ്പം സ്മാക്ഡൗണിൽ നമുക്ക് മനസ്സിലാവും. ഓഫ് കോഴ്സ് നമ്മളതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യും. ബ്രാക്കറ്റ്സ് ഇപ്പോൾ സെമി ഫൈനൽ ബ്രാക്കറ്റ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതായത് വന്നിരിക്കുന്നത് ജവാൻ എവൻസും ജെയ് ഊസോയാണ് സെമി ഫൈനലിൽ. അപ്പറെ ഫെമിയും ഒബാഫെമിയും ഡൊമിനിക്കും. അപ്പം ഡൊമിനിക്ക് ഇപ്പം റോയിൽ ഒബാഫെമിയുടെ ഒരു പ്രോമോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഡൊമിനിക്കും ഉണ്ടായിരുന്നു. ഒബാഫെമി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ക്രൗൺ വേണം, കിങ്ങിനൊരു ക്രൗൺ വേണം, അതുകൊണ്ട് ഞാൻ ഉടനെ ക്രൗൺ എടുക്കും. കിങ് ഓഫ് ദി റിംഗ് ജയിച്ച് ഞാൻ ആ ക്രൗൺ എടുക്കും. അതുപോലെ തന്നെ ബ്രോക്ക് ലെസ്നർ ഒരുങ്ങിയിരുന്നു, ഞാൻ ആ സ്കോർ സെറ്റിൽ ചെയ്യാൻ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ പോൾ ഹേമനോടും പറയും. അപ്പോൾ ഡോം വന്ന് പറയും, നിനക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ 20 വർഷമുള്ള വെറ്ററിനാണ്, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റും, നിനക്ക് എൻ്റെ അടുത്ത് ഒന്നും നടക്കത്തില്ലെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അത് നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ഒരു കോമഡി സാധനമായിരുന്നു, എന്നാലും നൈസായിരുന്നു. അപ്പം അവസാനം ഫെമി പറയും, വി ഓൾ നോ, നമുക്കെല്ലാവർക്കും അറിയാം റെയ് മിസ്റ്റീരിയോ ആണ് നിൻ്റെ അപ്പനെന്നുള്ളത്, പക്ഷേ അടുത്ത ആഴ്ച നീ അറിയും ഹൂ ഇസ് യുവർ ഡാഡി എന്നുള്ള രീതിയിൽ. അപ്പം അതൊക്കെ നൈസായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഓർത്തു, ഇനിയിപ്പം അപ്പുറത്തെ സൈഡിൽ ഊസോയും എവൻസും അതിൻ്റെ നമുക്കറിയാം ഏകദേശം കുറച്ച് ഇൻ്റർഫിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി എവൻസ് അതിൽ ജയിക്കുന്നു, മിസ്റ്റീരിയോ ഫെമിയ മേ ബി ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്ത് മിസ്റ്റീരിയോ ജയിക്കുന്നു. അങ്ങനെയാണ് നല്ലൊരു യങ് ആൾക്കാരുടെ ഒരു ഫൈനൽ കാണാൻ പറ്റും. അത് നൈസായിരിക്കും. അത് നല്ലതാണ്. ഈവൻ ഇവര് 3 പേരും ജെയ്യൂസെ ഇക്വേഷനിൽ എങ്ങനെ ആഡ് ആയി എന്നുള്ളത് പിന്നെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. പക്ഷെ അവർ 3 പേരും ആണെങ്കിൽ ഒരു പുതിയ എറ എന്നുള്ള ഒരു സംഗതി പോയേനെ. അതിന് പകരം ജെയ്യൂസയ്ക്ക് പകരം ഈവൻ റിക്കി സെയിൻസോ അല്ലെങ്കിൽ കാർമെലോയോ ട്രിക്കോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പുതിയ എറ തന്നെയായിട്ട് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേനും മെയിൻ ഇവന്റ് റെസ്ൽമേനിയ മെയിൻ ഇവന്റേഴ്സ് സംഗതി ആയിരിക്കും. അത് നല്ല ഇതായിരുന്നു. എനിവേ
അതെ, റോയിൽ ടെക്നിക്കലി അതേ ഉള്ളൂ പറയാനായിട്ട്. റോയിൽ അതിന് മാത്രം വലിയ മേജർ ഇവൻറ്റ്സ്. പിന്നെ ലൈറ വേഴ്സസ് സോൾറൂക്ക ഒരു നല്ലൊരു ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആയിരുന്നു. ലൈറ കെയിം ദിസ് ക്ലോസ് എന്ന് വേണം പറയാം. അങ്ങനെ രീതിയിലാണ് അവർ ലൈറ നല്ല രീതിയിൽ സോൾറൂക്കയുടെ ഒഫൻസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ലൈറയ്ക്ക് സോൾറൂക്ക തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി അവിടെ കൊണ്ടുപോയത്. അത് നൈസായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ സോൾറൂക്കയ്ക്ക് ഒരു നല്ലൊരു ടൈറ്റിൽ റൺ ആവശ്യമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ നല്ല മാച്ചസ് ഒക്കെ ഇൻവോൾവ് ആകുന്ന നല്ല ലൈറയ്ക്കും സോൾറയ്ക്കും അത്യാവശ്യം നല്ല കെമിസ്ട്രി ഉണ്ട്. ബെക്കി ലിഞ്ച് സോൾറയ്ക്കും തമ്മിൽ കുറച്ച് കെമിസ്ട്രി ഓഫ് ആയിരുന്നു തോന്നുന്നു. ഐ മീൻ മേ ബി NXT വന്നവർ ബെക്കി കുറേ നാളായിട്ട് റോയിൽ ഉള്ളത് അല്ലെങ്കിൽ മെയിൻ റോസ്റ്റർ ഉള്ളത്, ആ NXT വേഴ്സസ് മെയിൻ റോസ്റ്റർ എപ്പോഴും ഒരു കുറവുണ്ട്. അതായത് NXT ഇച്ചിരൂടെ ഒരു ഫാസ്റ്റ് പേസ്ഡ് എന്ന് വേണം പറയാം. ഇച്ചിരൂടെ ലെയ്ഡ് ബാക്ക് ആണ് മെയിൻ റോസ്റ്റർ. അതിൻ്റെ ആ ഡിഫറൻസ് നമുക്ക് ആദ്യം വരുന്നവരുടെ ഇടയ്ക്ക് നമുക്ക് മിക്കവർക്കും കാണാൻ പറ്റും. അതായിരുന്നു തോന്നുന്നു സോൾറൂക്കയുടെ വിഷയം. അത് പിന്നെ ഇപ്പോൾ ടൈറ്റിൽ റൺ പുതിയ ചലഞ്ചറൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് റെഡി ആയി വരണമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ലീ മോർഗൻ അഡ്വാൻസ്ഡ് ആയി സെമി ഫൈനൽ ക്വീൻ ഓഫ് ദി റിംഗിലേക്ക്. അതിനെക്കുറിച്ച് ശരിക്കും നമുക്ക് ലീ മോർഗൻ എന്തുകൊണ്ട് ഫേറ്റൽ 4-way വന്നു എന്ന് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് പുള്ളിക്കാരി അഡ്വാൻസും ആയി. എല്ലാവരും റെസ്ലിംഗ് കമ്മ്യൂണിറ്റി മുഴുവൻ ചോദിക്കുന്നത് ഈ ലിവ് മോർഗൻ ടെക്നിക്കലി ക്യൂൻ ഓഫ് ദി റിംഗ് ജയിച്ചു കഴിഞ്ഞാൽ വേൾഡ് ചാമ്പ്യനുമായിട്ട് ഫൈറ്റ് ചെയ്യും. അതാണ് മെയിൻ. അപ്പോൾ ഈ ലിവ് മോർഗൻ ഓൾറെഡി ചാമ്പ്യൻ ആയിരിക്കും. പിന്നെ ലിവ് മോർഗൻ എന്തിനാണ് ഓൾറെഡി ക്യൂൻ ഓഫ് ദി റിംഗ് കയറുന്നത് എന്നുള്ളൊരു എല്ലാവരുടെയും ചോദ്യമാണ്. അതിന് ശരിക്കും ഒരു ഉത്തരവും ഡെവലബിളി കൊടുത്തിട്ടില്ല. ലിവ് മോർഗൻ പറഞ്ഞു ചുമ്മാ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഞാനാണ് ബെസ്റ്റ്, എനിക്ക് ഐ എം ബെറ്റർ ദാൻ എവരി വൺ എൽസ്, ഐ വാണ്ട് ഇറ്റ് ഓൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം ടെക്നിക്കലി അതെന്ന് പറഞ്ഞത് ലിവ് മോർഗന് വേണ്ടി ഒരു നല്ലൊരു സ്റ്റോറി ലൈൻ ഇതുവരെ സെറ്റായിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം WWE ഭാഗത്ത് നോക്കുമ്പോൾ. കാരണം സ്റ്റെഫനി വക്കേറിന് ടൈം ഓഫ് എടുക്കേണ്ട വന്നു, ചെറിയ ഇഞ്ചറി ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഒരു നല്ല കണ്ടൻറ്റർ ഇതുവരെ ആയിട്ടില്ല. ഇത്ര നാളായിട്ട് ലിവ് മോർഗൻ ഒരു കണ്ടൻറ്ററെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ശരിക്കും അത് അവരുടെ തോൽവി തന്നെയാണ്. എന്നിട്ട് അതിനകത്ത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പുള്ളിക്കാരിയെ പിടിച്ച് ടൂർണമെൻറ്റ് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിപ്പം എങ്ങനെ ആ ഒരു ഡൈനാമിക്സ് വർക്കൗട്ട് ആവുമെന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് കാണറിയാം. ഇപ്പം അതിനകത്ത് ചിലപ്പം മേ ബി ഇൻ ദ ഫ്യൂച്ചർ ചിലപ്പോൾ അത് നല്ല സ്റ്റോറി ലൈനിലേക്ക് ലീഡ് ചെയ്യും. കാരണം റക്കേലും ബ്രാക്കറ്റിലുണ്ടല്ലോ, റക്കേലുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സെഗ്മെന്റ് വരുമോ അങ്ങനെയൊക്കെ വല്ലതും വന്ന് അവർ തമ്മിൽ പണ്ട് ബറ്റിസ്റ്റ ട്രിപ്പിൾ എച്ചിൻ്റെ ഒക്കെ ഡൈനാമിക്സ് ഉണ്ടായിരുന്നല്ലോ. ബറ്റിസ്റ്റ അവസാനം ട്രിപ്പിൾ എച്ചിനെ തന്നെ ചൂസ് ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുക്കുന്നത്, അതുപോലൊക്കെ ഒരു സ്റ്റൈലിലോട്ട് വേണം കൊണ്ടുപോകാം നല്ലപോലെ പോയാൽ. അതെ തീർച്ചയായിട്ടും. എനിക്ക് ഇനി അടുത്തത് ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ സ്മാക്ക് ഡൗണിൽ ഷാർലറ്റ് ഫ്ലെയർ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ലിവ് മോർഗനും ഷാർലറ്റ് ഫ്ലെയറുമായിട്ടാണ് ഇപ്പം മാച്ച് വരുന്നത്. സെമി ഫൈനലിൽ ലിവ് മോർഗനും ഷാർലറ്റ് ഫ്ലെയറും ഇയോസ്കയും റക്കേൽ റോഡ്രിഗസും ആയിട്ടായിരിക്കും. അപ്പം റക്കേലുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതിക്ക് വേണ്ടി ആയിരിക്കാം ഈ മോർഗനെ ഇതിനകത്ത് വലിച്ചിട്ടതെന്ന് നമുക്കിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ലിവ് മോർഗന് പകരം സംഭവം റോക്സൈൻ ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്തെങ്കിലും ഒരു സംഗതി റോക്സൈൻ എങ്കിലും ഒരു പുഷ് വന്നേനെ അറ്റ്ലീസ്റ്റ്. എനിവേ ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. എൻറ്റയർ സ്റ്റോറി ഇത് തന്നെയാണ്, ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഒരു ഇത്. എന്നിട്ട് പിന്നെ ഒരു ചാമ്പ്യനെ എന്നെ തൊട്ട് എടുത്തിടണ്ടേ കാര്യമില്ല. ചിലരൊക്കെ ചുമ്മാ കോമഡി ആയിട്ട് പറയുന്നത് ലിവ് മോർഗൻ മുഴുവൻ ജയിച്ചിട്ട് ലിവ് മോർഗനെ തന്നെ ലിവ് മോർഗൻ ചാലഞ്ച് ചെയ്യും. അപ്പൊ പിന്നെ ലിവ് മോർഗന് ഫൈറ്റ് ചെയ്യണ്ടല്ലോ എന്നുള്ള രീതി. പിന്നെ റോയിൽ നല്ലൊരു ഇന്റർകോൺ ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ടായിരുന്നു, റേ മിസ്റ്റീരിയോ വേഴ്സസ് പെൻഡ. അതായത് ടെക്നിക്കലി ഒരു മെൻഡർ വേഴ്സസ് അല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു റോൾ മോഡൽ വേഴ്സസ് ആ ഒരു ടൈപ്പ് ആയിരുന്നു. പെൻഡ ഒക്കെ ഒത്തിരി നോക്കിക്കണ്ട ഒരു ലൂച്ചഡോറാണ്, ലെജൻഡറി ലൂച്ചഡോറും ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിലുള്ള ലൂച്ചഡോറും തമ്മിലുള്ള മാച്ച്. അതും അടിപൊളി മാച്ചായിരുന്നു. റേ മിസ്റ്റീരിയോ ഇപ്പോഴും ഈ പ്രായത്തിൽ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അതും ഇച്ചിരി ടീക്കിംഗ് ഒക്കെ വരുത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈ പേസ് ഇൻറ്റൻസിറ്റിയില്ല അളിയൻ ഇപ്പോഴും വർക്ക് ചെയ്യും. അത് കാണാൻ നല്ലൊരു ഇതുണ്ടായിരുന്നു. ഇവൻച്വലി പെൻഡ ഡിസ്ട്രോയർ അടിച്ച് ജയിച്ചു. അത് കഴിഞ്ഞുള്ള സെഗ്മെന്റ് ആയിരുന്നു നൈസ്. അതായത് ഈതൻ പേജും എനിക്കൊന്ന് ഈതൻ പേജും റൂസോവും ഇനി ഒരു ടാഗ് ടീം ആകുമെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈതൻ പേജും റൂസോവും വന്ന് അവരെ അറ്റാക്ക് ചെയ്തു. റേ മിസ്റ്റീരിയോയുടെ മാസ്ക് വലിച്ചൂരി.
അപ്പോൾ പെൻഡ സേവ് ചെയ്യും റെയ്മിസ്റ്റീരിയെ. ഇതിൻ്റെ കൂടെ തന്നെ ബാക്ക് സ്റ്റേജിൽ ഉള്ള ഒത്തിരി സെഗ്മെൻറ്റുകളുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചാറ്റ് ഗേബിൾ ഇവരെ സേവ് ചെയ്യാൻ വരും. ചാറ്റ് ഗേബിളിൻ്റെ പഴയ അമേരിക്കൻ ആൽഫ തീമൊക്കെ ഇട്ട് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു ആരവമൊക്കെ ആയിരുന്നു ചാറ്റ് ഗേബിളിനെ കാണിക്കുമ്പോൾ വരുമ്പോഴെല്ലാം. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് കൊള്ളാം. കാരണം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ഗേബിൾ ഒരു റിഡംഷൻ ടൂറിലാണ്. ചാറ്റ് ഗേബിൾ ശരിക്കും ലൂച്ച ലീബ്ര റെഡീഷനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചാൽ മാസ്ക് ഇട്ട്. എന്നിട്ട് അവസാനം ലൂച്ച ലിബ്രയ്ക്ക് ഉള്ള ആ സ്റ്റൈലിനോടുള്ള റെസ്പെക്റ്റും മെക്സിക്കൻസിനുള്ള റെസ്പെക്റ്റും കാരണം അവൻ എല്ലാവരോടും അപ്പോളജൈസ് ചെയ്ത് ഒന്ന് അങ്ങനെ നിൽക്കുന്ന അതാണ് ഇപ്പോഴത്തെ ചാറ്റ് ഗേബിളിൻ്റെ ലൈൻ. അവനൊരു ഫേസ് ആയി. അപ്പം എല്ലാവരോടും അവൻ സോറി പറഞ്ഞു. പെൻഡയോടൊക്കെ ബാക്ക് സ്റ്റേജിൽ എല്ലാവരോടും സോറി പറഞ്ഞു. പെൻഡ പറയുന്നു നീ ഒരാളോട് സോറി പറയണം. അപ്പോൾ അത് ഉദ്ദേശിച്ചത് റെയ്മിസ്റ്റീരിയോ ആണ്, ഇവരുടെ മെയിൻ ആളെന്നുള്ള രീതിയിൽ. എന്നിട്ട് റെയ്മിസ്റ്റീരിയോടും സോറി പറഞ്ഞു. എന്നിട്ട് റെയ്മിസ്റ്റീരിയോ ഇവൻച്വലി അവൻ സേവ് ചെയ്യുന്നു. മാസ്ക് ഇട്ട് റെയ്മിസ്റ്റീരിയോയെ തിരിച്ച് മാസ്ക് കൊടുത്ത് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ നല്ലതായിരുന്നു. കാരണം ചാറ്റ് ഗേബിളിനെ നമ്മൾ മിക്കവരും കണ്ടു കാണും മാസ്ക് വേഴ്സസ് മാസ്ക് മാച്ച്. ചാറ്റ് ഗേബിൾ ആരാന്ന് അറിയാനായിട്ട് പറ്റിയൊരു വലിയൊരു അടിപൊളി, ആരും കണ്ടിട്ടില്ലാത്തവരത് എടുത്ത് കാണണം. യൂട്യൂബിൽ കിടപ്പുണ്ട്. അതവർ റോ കഴിഞ്ഞ് ആ പിറ്റേ റോ കഴിഞ്ഞ് അവർ നെറ്റ്ഫ്ലിക്സിൽ അത് ഓൺകോർ പ്രസൻറ്റേഷൻ കാണിച്ചു ആ മാച്ച് ഫുള്ള്. അത്രയ്ക്കൊരു അടിപൊളി മാച്ചായിരുന്നു. എല്ലാവരും പ്രൈസ് ചെയ്തു. രണ്ടുപേരും ലഡ്വിഗ് കൈസറിനെയും ചാറ്റ് ഗേബിളിനെയും രണ്ടുപേരെയും പ്രൈസ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇത് കിട്ടിയത് എന്നാ പറയുന്നത് ആ ഒരു അതിനകത്തൊന്ന് സെറ്റപ്പായിട്ട് വന്നത് ചാറ്റ് ഗേബിളിലാണ്. കാരണം ചാറ്റ് ഗേബിളിൻ്റെ ആ പെർഫോമൻസ് ഒരു പഴയ പെർക്ക് ആംഗിൾ അല്ലെ കെർട്ടാങ്കിളിൻ്റെ ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റി. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അണ്ടർടേക്കറിന്റെ പണി അറിയാം. അതെ 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 ഇപ്പം എല്ലാവരും പറയുന്നത് അണ്ടർടേക്കറിൻ്റെ പണി അറിയാം. അണ്ടർടേക്കറാണ് ഇപ്പം മെയിൻ ബുക്കർ ഓഫ് ദി ഇയർ ഇപ്പം അണ്ടർടേക്കർ എന്നാണ് പറയുന്നത്. അതെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് ഒരു സിനിമാറ്റിക് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതിനെക്കുറിച്ച് ഒരു എൻറ്റയർ നമുക്കൊരു വീഡിയോ തന്നെ ചെയ്താൽ തീരത്തില്ലാത്ത ഒരു ഇതാണ് എൻറ്റയർ ആ ഒരു മാച്ച് കണ്ടിരിക്കാനാണെങ്കിലും നമുക്ക് എന്ത് വെല്ലായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോറി പറയാന്ന് പറഞ്ഞാൽ സ്റ്റോറി. അതെ അതെ ഒത്തിരി നാൾ കൂടി ഡബ്ല്യുഡബ്ല്യുയിൽ അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ സ്റ്റോറി നമ്മൾ ആ മാച്ചിലൂടെ നമ്മൾ കാണുന്നത്. ഇത് എന്തുമാത്രം ഇൻറ്റൻസിറ്റിയോടെയാണ് ഇവർ ചെയ്യുന്നത്. ഇതാണ് ശരിക്കും വേണ്ടത്. അതായത് എല്ലാവരും പറയും റെസ്ലിംഗ് ഫേക്കാണ്, നമുക്കും അറിയാം റെസ്ലിംഗ് സ്ക്രിപ്റ്റഡാണ്, ഫേക്ക് എന്നല്ല സ്ക്രിപ്റ്റഡാണ്. അപ്പം പക്ഷേ ആ സ്റ്റോറിയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ്, ഇപ്പോൾ സിനിമ ആണെങ്കിലും സ്ക്രിപ്റ്റഡാണ്, പക്ഷേ സിനിമയിൽ നമ്മൾ ആ സ്റ്റോറിയിൽ ഇൻവെസ്റ്റ് ആയി സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സിനിമയുടെ നായകനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ വരും. അതുപോലെ തന്നെയാണ് റെസ്ലിംഗ്. അപ്പോൾ അത് ഒത്തിരി നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ആ മാച്ചസിൽ ഇൻവോൾവ് ആകാൻ പറ്റി. അത് ഭയങ്കര ഒത്തിരി എനിക്ക് അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് ആ ഒരു മാച്ചും അതിൻ്റെ ഇവൻച്വലി നടന്നത് കാര്യങ്ങളും എല്ലാം. തീർച്ചയായിട്ടും അതൊരു അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ പോലെ എടുത്തു പറഞ്ഞാൽ പിന്നെ ചാറ്റ് ഗേബിൾ വന്ന് എല്ലാവരോടും അപ്പോളജി പറഞ്ഞു, ലൂച്ചയുടെ റെസ്പെക്ട് ചെയ്തു. അപ്പം അത് തന്നെ ഒരു ഇതാണ്. ഇപ്പം ആ ഒരു പുഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതിയായിരുന്നു ചാറ്റ് ഗേബിൾ. ഇപ്പം സംഭവം ചാറ്റ് ഗേബിള് കിങ് ഓഫ് ദി റിംഗിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെക്കുറിച്ച് പറയാനല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിൽ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു നേരെ എനിക്ക് തോന്നുന്നു തന്റെ ആയിട്ടുള്ള ചലഞ്ചിങ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് ആയിരിക്കും തോന്നുന്നത്. കാരണം അതായിരുന്നല്ലോ ഇവഞ്ച്വലി ചാറ്റ് ഗേബിൾ ആയിരുന്നു ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് ഗുന്തറുമായിട്ട് നല്ല മാച്ചസ് ഒക്കെ നടന്നു. അതിനിടയ്ക്കാണ് സാമി സെയിൻ വന്ന് ഇവഞ്ച്വലി സാമി സെയിൻ ഗുന്തറിനെ തോപ്പിക്കുന്നത് റെസ്ൽമേനിയയിൽ. അപ്പം അങ്ങനെയാണ് ചാറ്റ് ഗേബിൾ പിന്നെയും ഇതായിപ്പോയത്, ഒരു റിലവൻസ് ഇല്ലാതായി മാറിയത്. പിന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യം കൊണ്ട് ഇനിയും ചാറ്റ് ഗേബിളിനെ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിനൈ ചെയ്താൽ ഡബ്ല്യുഡബ്ല്യുയുടെ ലോസാണ്. ഒരുപക്ഷെ അടുത്ത ഇനി അവനെ പുഷ് ചെയ്തില്ലെങ്കിൽ അത് ഒരുപക്ഷെ അവന് വേറൊരു ഇതിലോട്ട് പോകാനും ഒക്കെ അത് ഇടവരുത്തും. അതെ 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 തീർച്ചയായിട്ടും. പക്ഷെ അതുപോലെ തന്നെ റെസ്പെക്ട് നമുക്ക് ലുഡ്വിഗ് കൈസറിനും ഒരു ഹ്യൂജ് റെസ്പെക്ട് നമുക്ക് കൊടുക്കണം. ആ ഒരു ക്യാരക്ടർ എങ്ങനെ എലിവേറ്റ് ചെയ്തു എന്നുള്ളത് എൻറ്റയർ ഒരു ഇത് മാറി. ക്യാരക്ടർ വർക്ക് നല്ല രീതിയിൽ തന്നെ മാറി. ഇപ്പം അത് ട്രിപ്പിളയിലാണ് പുള്ളി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. അപ്പം ആ ക്യാരക്ടർ മാറ്റി ഇത്ര ഒരു മെയിൻ എവന്റ് ആയിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു മിക്കാറിലുള്ള ഒരു നല്ല രീതിയിൽ തന്നെ അവര് രണ്ടുപേരും വർക്ക് ചെയ്തു. അതിനെക്കുറിച്ച് ഹ്യൂജ് റെസ്പെക്ട്. അതെ, അതിന് സ്റ്റോറി ലൈൻ വെച്ച് ഭയങ്കര വിഷയമായിരുന്നു ആ സമയത്ത്. ലഡ്വിഗ് കൈസറിനെ അറസ്റ്റ് ചെയ്തു.
ഒരു ചെറിയൊരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് അല്ല, ഒരു ചെറിയ അസോൾട്ട്, അതായത് ലുഡ്വിഗസിൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടും അവനും കൂടെ ലിഫ്റ്റിൽ എങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ആരാണ്ട് എന്തോ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവൻ പിടിച്ചൊരുത്തിനിട്ട് പുതുക്കി. അപ്പോൾ അവൻ കേസ് കൊടുത്തു. എന്നിട്ട് അവൻ കേസ് കൊടുത്തിട്ട് അത് അവന് ചെറിയൊരു ഇത് വന്നായിരുന്നു. പക്ഷേ അളിയന് നല്ല സപ്പോർട്ടായിരുന്നു. അളിയൻ്റെ ഭാഗത്തെ തെറ്റില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് അതുകൊണ്ട് തന്നെ മെക്സിക്കോയിൽ അവൻ വന്നപ്പോഴത്തേനും അവനങ്ങ് ഇമോഷണലായിപ്പോയി. കാരണം അവനെ ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇത് കണ്ടപ്പോഴത്തേനും അവന് തന്നെ അങ്ങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് അടക്കാൻ മേലാതായിപ്പോയി. അതുപോലത്തെ ഒരു ഹീറോസ് വെൽക്കമായി മെക്സിക്കോയിൽ ഇപ്പം അവന് കിട്ടുന്നത്, ഗ്രാൻഡ് അമേരിക്കാന എന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ നമുക്ക് NXT കുറിച്ച് നമുക്ക് പറയാനുള്ളത്, NXTയിൽ ടാറ്റം പാക്സ്ലിയും സാരി ആയിട്ടുള്ള മാച്ച് ഉണ്ട് അല്ലേ. അപ്പം സാരിയ വിമൻസ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായി. അപ്പം അതൊരു ചേഞ്ച് ഓഫ് ഹാൻഡാണ്, പുതിയ ചാമ്പ്യൻ. സാരിയ നമുക്ക് കുറച്ച് നാളായിട്ട് നമുക്കറിയാം സാരിയുടെ ലാഡറിൽ കയറി പോകുന്നു. അപ്പം സാരിയ എന്നാണെങ്കിലും ചാമ്പ്യൻ ആണ് എന്ന് നമ്മൾ ഈ വീക്സായിട്ടും പറയുന്നുണ്ട്. അതെ അത് എനിക്ക് ഇവഞ്ച്വലി സാരിക്ക് അത് സാധിച്ചു. സോൾട്രൂക്കായോ ആരും ഇല്ലാതെ തന്നെ സാരിക്ക് അത് ജയിക്കാൻ പറ്റിയെന്നുള്ള ഒരു കഥ നൈസാണ്. ഇനിയിപ്പം സാരിയുടെ ആ ഒരു ഡോമിനൻറ്റ് റണ്ണ് നമുക്ക് കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ടാറ്റം പാക്സിൽ നല്ലൊരു റണ്ണായിരുന്നു NXTയിൽ നടന്നത്. ഇനിയിപ്പോൾ മേ ബി പുള്ളിക്കാരിയെയും കോളപ്പ് ചെയ്യുമായിരിക്കും. കാരണം ടാറ്റം പാക്സിലേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല NXT സെറ്റെത്തി. എനിക്ക് തോന്നുന്നത് ഇപ്പം മെയിൻ റോസ്റ്റർ കോളപ്പ് ആയിരിക്കും ഉടനെ വരുന്നത്. അപ്പം ആ രീതിയിലും നല്ലൊരു ടാലന്റഡ് പെർഫോമറാണ്. കോളപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പൊ കോളപ്സ് ഒത്തിരി വന്നതുകൊണ്ട് തോന്നുന്നില്ല ഇപ്പം വരുമെന്ന്. ഇപ്പം മേ ബി ഒരു കുറച്ച് നാള് സമ്മർ സ്ലാമിന്റെ ഭാഗമാകുമ്പോഴത്തേനെ വല്ലതും ഒക്കെ ആയിരിക്കും, അങ്ങനെ വല്ലതും ആയിരിക്കാം. പിന്നെ നമുക്ക് ഇതുണ്ടായിരുന്നു ഇവരുടെ നമ്പർ 1 ചാമ്പ്യൻഷിപ്പ് മാച്ച്. അത് അടിപൊളി മാച്ച് ആയിരുന്നു. നമ്മുടെ മേസൺ റുക്ക് വേഴ്സസ് നറാക്കു. ഈവിൾ എന്നാണ് എന്റെ ഇതിലോട്ട് വരുന്നത്. അതെ, അവരെ എപ്പോ ഭയങ്കര പാടാ നറാക്കുന്നൊക്കെ. ഈവിളിന്ന് എളുപ്പത്തിൽ കിടന്ന സാധനം പിടിച്ച് നറാക്കുന്നൊക്കെ ആക്കി. മനസ്സിൽ വരുന്ന സംഭവം. അതൊരു നല്ല മാച്ച് ആയിരുന്നു. മീൻസ് രണ്ടുപേരെയും സൈനിങ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവരൊരു മെയിൻ ഇവന്റിലോട്ട് പോകാനുള്ള ഒരു ഇത് നടന്നു കൊള്ളായിരുന്നു. പക്ഷെ നമുക്കറിയാം ഇപ്പൊ നെറാക്കോ ആണ് ആക്ച്വലി നമ്പർ 1 ഗ്രേറ്റ് അമേരിക്കൻ ബാഷ്. അതെ അതുപോലെ അത് നൈസ് ഒരു മാച്ചായിരുന്നു. രണ്ടുപേരും ഡിഫറെന്റ് സ്റ്റൈലാണ് ഒഫൻസീവില്. അത് നല്ലൊരു ഇതായിരുന്നു. മേസൺ റുക്കിന്റെ അത്യാവശ്യം എന്നാ പറയുന്നത് മൂവ്സൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കാണാൻ സാധിച്ചു. അത് നല്ലതാണ്. അളിയന് ഇച്ചിരി ഒരു എക്സ്പോഷർ കിട്ടുന്നു. കാരണം ഒരു എല്ലാമാർക്കും ഇവൻ എന്നതാ ഇങ്ങനെയെന്നുള്ള രീതിയിലായിരിക്കും ആദ്യം ഇവനെ കാണുമ്പോഴേ. കാരണം അവൻ്റെ സൈസ് വണ്ണം എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും ആദ്യം അങ്ങനെ തന്നെ അവനെ കണ്ടത്, കൊവിനോവൻസിന്റെ മോൻ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും. അപ്പം പക്ഷെ അളിയൻ എന്തുമാത്രം കേപ്പബിൾ ആണെന്ന് അളിയൻ്റെ പഴയ പ്രോഗ്രസ് റെസ്ലിംഗിലെ വീഡിയോസും അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആ ജോൺസീനെ എൻഡോഴ്സ് ചെയ്തൊരു വ്യക്തിയാണ് ആലോചിച്ചോണ്ട്. അവൻ വന്നപ്പോഴത്തേന് ജോൺസീനെ ട്വീറ്റ് ചെയ്തു. അത് തന്നെയാണ് അവൻ എന്തുമാത്രം ടാലന്റഡ് ആണെന്ന് കാണിക്കുന്നതിന്റെ വലിയൊരു കാര്യം. പിന്നെ അതെ പിന്നെ NXTയിലെ വിമൻസ് ചാമ്പ്യൻഷിപ്പിനുള്ളതും നമ്പർ 1 കണ്ടൻഡേഴ്സ് മാച്ച് ഉണ്ടായിരുന്നു. കെലനി ജോർഡൻ വേഴ്സസ് കെൻഡൽ ഗ്രേ. അതും പറയാം, രണ്ടുപേരും അസാധ്യ പെർഫോമൻസാണ്. ഇവഞ്ച്വലി കെൻഡൽ ഗ്രേ രണ്ടാമത്തെ ചാൻസ് എന്നുള്ള രീതിയിൽ ആണെന്ന് തോന്നുന്നു. ഒരു ചാൻസും കൂടെ കൊടുക്കുവാന്ന് തോന്നുന്നു. അത് കെൻലി ജോർഡൻ കുറെ നാളായി ഇതിനു വേണ്ടി നിൽക്കുന്നു. കെൻലി ജോർഡന് കൊടുത്തിരുന്നതിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ലോല വൈസിന്റെ ഇപ്പം ചാമ്പ്യൻഷിപ്പ് അടുത്ത മിക്കവാറും എനിക്ക് തോന്നുന്നത് കെൽനി തന്നെ ആയിരിക്കും അടുത്ത ചാമ്പ്യൻ. ഇപ്പൊ കെൻഡലുമായിട്ട് ജസ്റ്റ് ഒരു പോകുന്ന എനിക്ക് തോന്നുള്ളൂ. നമുക്ക് ഇപ്പം എന്താണെങ്കിലും ചാമ്പ്യൻഷിപ്പ് ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇതിലാണെങ്കിലും. എന്തായാലും ഒരു ഇത് കൊടുക്കുമായിരിക്കും. പിന്നെ സ്മാക്ക് ഡൗണിൽ നമ്മളിപ്പം കുറച്ച് 2 മാച്ചിന്റെ പറഞ്ഞു. ജിയൂസോ അഡ്വാൻസ്ഡ് ആയി, ഷാർലറ്റ് ഫ്ലെയറും അഡ്വാൻസ്ഡ് ആയി. പിന്നെ സ്മാക്ക് ഡൗൺ പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഓഡിയും സാമി ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതെ, അത് നൈസായിരുന്നു കേട്ടോ. അത് നൈസ് ഒരു സെഗ്മെന്റ് ആയിരുന്നു. കാരണം ആ സ്റ്റോറി ലൈൻ പോകുന്ന നൈസിലോട്ടാണ്. ഇനിയിപ്പോൾ ഇവഞ്ച്വലി സാമിയെ ചാമ്പ്യൻ ആക്കാൻ തന്നെ ആയിരിക്കും. അതായത്
ഗന്ധർ ബാക്ക് സ്റ്റേജ് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ചെയ്ത് ഇതിപ്പം കോടി ജയിച്ചത് അത് ഇതായിരുന്നു, അവൻ കള്ളത്തരം കാണിച്ചത്, അപ്പോൾ എനിക്ക് ഇനി റഫറിമാരെ ഒന്നും വിശ്വാസമില്ല, ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കും, അവരെ ഒഫീഷ്യലായിട്ട് നടത്തണം റീമാച്ചിന് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ബാക്ക് സ്റ്റേജ് തുടങ്ങുന്നത് ഗന്ധറിൻ്റെ. നിക്ക് കാൾഡിസിനെ എനിക്ക് വിശ്വാസമില്ല എന്നല്ല, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും. അപ്പോൾ നിക്ക് കാൾഡിസ് പറഞ്ഞു ഓക്കെ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ സാമി സെയിനും കോടിയായിട്ടൊരു സെഗ്മെൻറ്റ്, സാമിയുടെ പുതിയ മെർച്ചൊക്കെ ഇറങ്ങി, ദ റിയൽ ലാസ്റ്റ് മാൻ എന്നുള്ളതൊക്കെ പറഞ്ഞ് അവനെ ഉള്ളു ഇനി നല്ലതായിട്ട് എന്നുള്ള രീതി, ബാക്കി എല്ലാവരും കൊള്ളത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റോറിലോട്ട് അവൻ കൊണ്ടുപോകുന്നത്. അപ്പം അത് കോടിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ആൻഡ് ഫോർത്ത് നല്ല, അത് അത്യാവശ്യം നല്ല ആ സ്റ്റോറി ലൈൻ വൈസ് നല്ല. ഇവഞ്ച്വലി അതൊരു സാമിയെ കള്ളത്തരത്തിലാണേലും ഉടായ്പ് കാണിച്ചാലും സാമി ചാമ്പ്യൻ ആവാൻ അത് ബെസ്റ്റ് സ്റ്റോറി ആയിരിക്കും. അപ്പം സ്വാമി പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും കൂടെ നിൻ്റെയൊക്കെ കൂടെ എല്ലാ കാര്യത്തിലും നിന്നിട്ട് നിങ്ങൾ എന്നെ വേറെ രീതിയിൽ ഇപ്പം കാണുന്നത് അതായത്. അപ്പോൾ കോടി പറഞ്ഞു ഓക്കെ എനിക്ക് മനസ്സിലായി, നീ ഇപ്പം വേറൊരാളായിട്ട് മാറിയേക്കുവാണ്, നീ ഒരു പഴയ പോലെ അല്ല, നിനക്ക് ഒത്തിരി മാറ്റം വന്നു, അതുപോലെ തന്നെ നോ നീ എൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ് പുറകെ നടക്കുന്നത്, പക്ഷേ ഞാനൊരു കാര്യം പറയാം, നീ ഒരിക്കലും ചാമ്പ്യൻ ആകത്തില്ലെന്ന് പറഞ്ഞു. അപ്പം സാമിയുടെ എല്ലാവരുടെ സംഗതി അങ്ങനെയാണല്ലോ. സാമിയുടെ ഇപ്പം നീ ഒരിക്കലും ചാമ്പ്യൻ ആവില്ലെന്നുള്ള രീതിയിൽ ചാമ്പ്യയുടെ ഇപ്പൊ സാമിയുടെ ഏത് ചാമ്പ്യൻഷിപ്പ് എടുത്തതിലും അത് തന്നെയാണ് നടക്കുന്നത്. ഒരേ ഒരു സംഗതി തന്നെയാണ്. അത് ടെക്നിക്കലി നൈസാണ്, കാരണം അതായത് ഓക്കെ ഇമോഷണൽ ഒരു കണക്ഷനും കിട്ടും. എന്നിട്ട് സാമി ഒരൊറ്റ അടി കൊടുക്കും കോടിക്കിട്ട്, കൊന്നൊരു കോടിയെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് കെട്ടിപ്പിടിച്ച് സാമിക്കിട്ട് തിരിച്ചൊരെണ്ണം കോടിയും കൊടുക്കും. എന്നിട്ട് ഓക്കെ വി ആർ ഗുഡ് എന്നുള്ള രീതിയിൽ രണ്ടുപേരും. എന്നിട്ട് സാമി സൈൻ ഇച്ചിരി ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ പോലെ ഒരു കസേര എടുത്ത് റിങ്ങിലിടും, തിരിച്ച് അങ്ങ് പോകും. അത് കഴിഞ്ഞാണ് ബാക്ക് സ്റ്റേജിലാണ് കളി നടക്കുന്നത്. അപ്പോൾ ബാക്ക് സ്റ്റേജിൽ ഗന്ധർ ഇതെല്ലാം കാണും. അപ്പോൾ ഗന്ധർ പറയും എൻ്റെ ഒഫീഷ്യലായിട്ട് എനിക്ക് സാമിയാണ് വേണ്ടതെന്ന് പറയും റെഫറി ആയിട്ട്. അപ്പോൾ അത് കോടിക്കിട്ട് മണിയാവല്ലോ. കോടി എന്നിട്ട് തിരിച്ച് സാമിയുടെ അടുത്ത് പോകും. സാമിയെ കാണാൻ പോകുമ്പം അല്ല ആദ്യം നിക്കിനോട് പറയും, ഇവനെയാണോ എന്തിനാ തിരഞ്ഞെടുത്തത്, അവന് ഇമോഷണലി ഒരു ഇതുമില്ല, അവനാകെ ഇമോഷണലി അവിടെ എവിടെയാണ്, പിന്നെന്തിനാ സാമിയെ റെഫറി ആക്കുന്നത്. അപ്പോൾ നിക്ക് പറയും എനിക്കൊന്നും ചെയ്യാനില്ല, മൈ ഹാൻഡ്സ് ആർ ഫുൾ എന്ന് പറയും. അപ്പം സാമി അത് പുറകെ കേൾക്കുന്നുണ്ട്. സാമിയോട് കോടി നമ്മൾ ഓക്കെ അല്ലേ നിൽക്കുമ്പോൾ ഓക്കെ നീ എങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ ഇമോഷണലി ഒരു മെസ്സായിട്ടല്ലേ നിൽക്കുന്നത്, എനിക്കറിയത്തില്ല എന്നുള്ള രീതി സാമി പറയും. ഇത് സ്റ്റോറി പോകുന്നത് പറഞ്ഞു ഓക്കെ ഇനിയിപ്പം കോടിക്കൊന്നും ചെയ്യാനില്ല, സാമിക്ക് വേണേ കോടിയെ തോപ്പിക്കാം. അത് അങ്ങനെ ഒരു കണക്ഷനിലാവും. ഇപ്പൊ എപ്പോഴും ചാമ്പ്യൻ ഇപ്പൊ രണ്ട് വർഷമായിട്ട്, 3 വർഷമായെന്ന് തോന്നുന്നല്ലേ? അതെ 3 വർഷമായിട്ട്. 2024 2 വർഷം അല്ല 3 വർഷമായി. 3 വർഷം ടൈറ്റിൽ പിക്ചർ കേറാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അതെ ഇപ്പൊ എങ്ങനെയും ഇതിൽ നിന്നൊന്നേ മാറി നിൽക്കാനും പറ്റും. അന്നേരത്തേന് കുറച്ചാളൊന്ന് ബ്രേക്ക് എടുക്കട്ടെ. ഇപ്പം എപ്പോഴും ഇപ്പൊ അതൊക്കെ വേണം. CM Punk ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഈവൻ കുറച്ച് നാള് മാറി നിൽക്കുമ്പോഴത്തേന് അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു റിട്ടേണും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേന് ആ ഒരു എക്സ്പോഷൻ ഉണ്ട്. രീതിയിൽ മാറി നിൽക്കണം കോടിയും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടൊക്കെ. ഇതിപ്പോ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ WWE ശരിക്കും അവരുടെ ഫേസിനെ എങ്ങനെ ഡീൽ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഇത് തന്നെയാണ് ജോൺസീനയ്ക്ക് പറ്റി. നമുക്ക് ജോൺസീനോട് ഒരു എതിർപ്പില്ല, പക്ഷെ ജോൺസീന ഈ 10 വർഷത്തിൽ ഒരു നല്ല ശതമാനം ടൈറ്റിൽ പിക്ചറിൽ ജോൺസീന തന്നെയായിരുന്നു. വേറെ ആരെയും അവർക്കവിടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് പറ്റിപ്പോയി. റോമനെ കൊണ്ടുവന്നപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ കോടിയുടെ കാര്യത്തിൽ കോടി ഫേസ് ആണ്, WWE പോസ്റ്റർ ബോയ് ആണ് ഇപ്പോൾ കോടി എന്നും പറഞ്ഞ് എപ്പോഴും ചാമ്പ്യൻ ആകേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരന്. അപ്പം ഈ കോടിയെ അതാണ് ഇവന് കൊടുക്കുന്ന സ്റ്റോറി ലൈൻ, ഇവനെ പുഷ് ചെയ്യേണ്ട രീതി നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യണം. വേറെ ഒരു കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഒന്ന് രണ്ട് പ്രാവശ്യം മിഡ് കാർഡിലോ അല്ലെങ്കിൽ ആക്ട് ടീമിലോ അങ്ങനെയൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. അവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കോടി പോസ്റ്റർ ബോയ് ആയിട്ട് തന്നെ നിന്നോളും. അത് ഇതുവരെ അവർക്ക് ആ ഒരു ഡൈനാമിക്സ് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം AEW നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവർക്ക് പോസ്റ്റർ ബോയ്സ് ആഡം പേജ് ഉണ്ട്, MJF ഉണ്ട്, കുറേ പേരുണ്ട്. ഇവരെ എല്ലാവരെയും അവർ ടൈറ്റിൽ പിക്ചറിൽ കൊണ്ടുവന്നു. ഇപ്പം അവിടുത്തെ ചാമ്പ്യനായത് ഡാർബി ആലൻ ചാമ്പ്യനായി. കുറച്ച് നമുക്കറിയാം ഈ മിക് ഫോളിയിലേക്ക് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ ഡാർബി ആലന്. അപ്പം അതുപോലെ തന്നെ അങ്ങനെ തന്നെ കുറച്ച് നാളത്തേന് ചാമ്പ്യനായി. പിന്നെ MJF എടുത്തു. ഇനിയിപ്പം ഇതിപ്പം അങ്ങനെ പോകണം. സാമിക്ക് കുറച്ച് നാൾ കൊടുത്താൽ ഇപ്പം മിക് ഫോളി സ്റ്റൈലാണ് സാമി ഇവിടെ ഒത്തിരി നാളത്തെ ചാമ്പ്യനാകുന്നത്. പക്ഷേ ആ ഇമോഷണൽ കണക്ഷൻ വെച്ച് 1-2 ടൈറ്റിൽ റൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ഇത് ഇവഞ്ച്വലി കൊണ്ടുപോകാം സമർസ്ലാമിലോട്ടോ വല്ലോ. ഇതിപ്പോൾ അടുത്ത ആഴ്ചയാണ് മാച്ച് അല്ലേ? അടുത്ത ആഴ്ച അല്ല സൗദി വരുന്നുണ്ട്, അത് വേറെ. ഇനിയിപ്പോൾ സൗദിയിലോട്ട് സാമിയെ ചാമ്പ്യനാക്കാനും വേണം അവർക്ക് കളിക്കാം. ഇപ്പം നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് തന്നെ. ഇപ്പം അടുത്ത ആഴ്ചയാണ് മാച്ച്. അടുത്ത ആഴ്ചയാണ് ഇപ്പം സാമി റെഫറി ആയിട്ടുള്ള മാച്ച്. അതിനിടയ്ക്ക് സാമി എന്തെങ്കിലും കളി കളിച്ച് ഇതൊരു ട്രിപ്പിൾ ത്രെട്ടോ
അങ്ങനെ വല്ലതും ആക്കിയിട്ട് വേണമെങ്കിൽ അവർക്ക് സൗദിയിലോട്ട് നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ഒരു ട്രിപ്പിൾ ത്രെട്ട് വെച്ച് സാമി ഇൻവോൾവ് ചെയ്ത് വേണമെങ്കിൽ സാമിയെ ചാമ്പ്യൻ ആക്കാം. അത് വലിയൊരു സാമിക്ക് കിട്ടുന്ന ഒരു, കാരണം സാമി അവിടെ ഫേസ് സാമിയാ സൗദി പോയാ. തീർച്ചയായിട്ടും സാമി നമ്മൾ റെസിൽമേനിയയും സൗദിയിലാണെന്ന് പറഞ്ഞത് റെസിൽമേനിയ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിട്ട് വരുന്ന പ്ലാൻ എന്ന്. പക്ഷേ ശരിയാ, അത് നീ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ സാമി ചാമ്പ്യൻ ആവുകയാണെങ്കിൽ നൈസായിരിക്കും. പിന്നീട് അധികം നാളൊന്നും വേണ്ട, ഒരു 2-3 മാസം അത് കഴിയുമ്പോഴത്തേന്, അല്ലെങ്കിൽ 2 മാസം അത് കഴിയുമ്പോഴത്തേന് ആരെങ്കിലും എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഇതായിരുന്നു. എനിവേ പിന്നെ നമുക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ മാച്ചസ് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലായിരുന്നു. ഇതിന്റെയും നമ്മുടെ ഡാൻ ഹുസൈന്റെ അത് അടിപൊളിയായിരുന്നു സംഗതി. 2010 മിസ്സിന്റെ പഴയ മിസ്സിന്റെ ക്യാച്ച് ഫ്രേസ് ഒക്കെ ആയിട്ടൊന്നും. അതെ അതെ അതെ, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, എന്റർടൈനിങ് ആണ് പരിപാടി. പിന്നെ ആർട്ട് ട്രൂത്തിന്റെ അതുപോലെ തന്നെ ഒരെണ്ണം പോയായിരുന്നു. ആർട്ട് ട്രൂത്ത് ജഡ്ജ്മെന്റ് പിന്നെ നമുക്ക് പിന്നെ പറയാനുണ്ടായിരുന്നെന്ന് പറഞ്ഞാല് സ്മാക്ഡൗണില് ഇവരുടെ എനിക്ക് തോന്നുന്നു അടുത്ത ഈ ഫ്യൂഡ് പോകുന്നത് ഇപ്പൊ മറ്റേ മിച്ചിനും ബി ഫാബും ജെയ്ഡ് കാർഗിലും സ്റ്റെഫനി ആയിട്ടും ചെൽസി ആയിട്ടും ആണ് ഇപ്പൊ അടുത്ത ഒരുപാട് നടക്കുന്നത്. എന്നിട്ട് ജെയ്ഡ് ഇപ്പം എനിക്ക് തോന്നുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പം ഇവരുമായിട്ട് മെയിൻ ഇവന്റിൽ നിന്ന് മാറി, അല്ലെങ്കിൽ വേൾഡ് ടൈറ്റിൽ പിക്ചറിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു US ടൈറ്റിൽ അതൊക്കെ പുള്ളിക്കാരിക്ക് ഓക്കെ ആയിരിക്കും തൽക്കാലം ഒന്ന് മിഡ് കാർഡിൽ പോയി നിൽക്കുന്നത്. അത് നടക്കുള്ളൂ. ഇപ്പൊ ഉടനെ ഇപ്പം വേൾഡ് ടൈറ്റിൽ പിക്ചറിലോട്ട് അവർക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണല്ലോ അവര് അങ്ങനെ സെറ്റ് ചെയ്തത്. നല്ലൊരു ഫ്യൂഡായിരിക്കും. കാരണം ടിഫനിക്കും ഒരു ഫ്രഷ് ഫ്യൂഡാവും. ഇപ്പോൾ ജെയ്ഡ് കാർഗിൽ ആ ചാമ്പ്യൻഷിപ്പ് എടുത്താൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു മിഡ് കാർഡ് ടൈറ്റിൽ വെച്ച് പുള്ളിക്കാരുടെ ഫാക്ഷൻ പുള്ളിക്കാർക്ക് റൺ ചെയ്യാം. ടൈറ്റിൽ പിക്ചറിലോട്ട് ഇനിയും വേൾഡ് ടൈറ്റിൽ പിക്ചറിലോട്ട് ഉടനെ വരുന്നതിന് മുമ്പേ ഇച്ചിരൂടെ ഒന്നാകണം, റെഡിയാണ്. ജെയ്ഡ് കാർഗിൽ എപ്പോഴും ഞാൻ പറയുന്നത് ഇച്ചിരൂടെ ഒന്ന് സെറ്റ് ആകണം. പുള്ളിക്കാരുടെ ആ റിങ്ങിൽ കിടന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോഴും ചില സമയത്തൊക്കെ സ്റ്റിഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ അതെ അതെ, അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് അടുത്ത നൈറ്റ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സെമി ഫൈനലാണ് ഇനി കിങ് ആൻഡ് ക്വീൻ ഓഫ് ദി റിങ്ങിൽ. അപ്പം നമ്മളത് നേരത്തെ ഇപ്പം മെൻഷൻ ചെയ്ത് പോയിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുവാണെങ്കിൽ ഇപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ളത് വിമൻസ്, അതായത് ക്വീൻ ഓഫ് റിങ്ങിൽ ലിവ് മോർഗൻ, ലിയോ സ്കൈ, റെക്കേൽ റോഡ്രിഗസും ഷാർലറ്റ് ഫ്ലെയറും. അതിൽ ലിവും ഷാർലറ്റ് ഫ്ലെയറുമായിട്ടാണ് അതെ സെമി ഫൈനലിൽ ലിയോ സ്കൈയും റെക്കേലും. അതുപോലെ തന്നെ മെൻസിൽ ഒബാഫെമി, ഡൊമിനിക് മിസ്റ്റീരിയോ, ജെവോൻ എവൻസ്, ജെയ് ഉസോ. ഇപ്പം ഒബയും ഡൊമിനിക്കും ജെവോനും ജെയ്യുമായിട്ടാണ് മാച്ച്. പിന്നെ നമുക്ക് ജെയ്യുടെയും അത് നല്ലൊരു മാച്ച് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ഈ എൻ്റയർ ടൂർണമെന്റ് നീ ശ്രദ്ധിച്ചോന്നറിയില്ല, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഈ ഒബയുടെയും ഇവരുടെയൊക്കെ മാച്ച് എന്ന് പറയുമ്പോഴത്തേന് കുറച്ച് യങ്സ്റ്റേഴ്സ് സംഗതി വന്ന് അവരുടെ ഒരു കളം ആയിട്ട് പോയി. പിന്നെ ഇമാരെന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു 40 above ഒരു സാധനമായിട്ട് പോയി അല്ലേ ഈ ജെയ്യുടെയും ഇവരുടെ മാച്ച്. പിന്നെ ജെവോന്റെയും ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു ഡിഫറെന്റ് സംഗതികൾ ഇപ്പം അടുത്ത ഒരു മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആൾക്കാരുടെ ഇതായിരുന്നു. ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇവര് എങ്ങനെയാണ് അത് ഇട്ടതെന്ന് അറിയില്ല. ജെയ്ക്ക് പകരം ഇപ്പൊ എല്ലാരായിട്ട് ഇതായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. അതെ, അത് എന്തോ സ്റ്റോറി പ്രകാരം എല്ലാനായിട്ട് ഇപ്പം ജെയ്യൂസോയായിട്ടാണല്ലോ. ഐ മീൻ ടെക്നിക്കലി എല്ലാനൈറ്റിന്റെ എല്ലാ ചാൻസും ജെയ്യൂസോ അടിച്ചു മാറ്റുന്നുള്ള രീതിയിലാണ് ഒരു കണക്ഷനിലാണ് ഇപ്പം അത് കൊണ്ടുപോകുന്നത്. അതിന്റെ ടീസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇവൻ വന്ന് അറ്റാക്ക് ചെയ്തല്ലോ, എല്ലാനൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എല്ലാനൈറ്റ് ഇന്നലെ തോറ്റത്. അപ്പം എല്ലാനൈറ്റിനെ പർപ്പസ്ഫുള്ളി അവർ അങ്ങനെയുള്ള ഒരു സ്റ്റോറി ലൈൻ വെച്ച് ഓക്കെ അതുകൊണ്ടാണ് അവൻ തോറ്റെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ആ സ്റ്റോറി ലൈൻ ഫർദർ ആവും. അപ്പം ഈ ബ്ലഡ് ലൈൻ സാഗയിൽ ഇപ്പോഴും എല്ലാനൈറ്റ് ഇൻവോൾവാണ്. അത് അവരെങ്ങനെയാണ് അത് എൻഡ് ഗെയിം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഈ ബ്ലഡ് ലൈൻ സാഗയിൽ ഇപ്പോഴും ഇൻവോൾവാണ്. ജേക്കബ് ഫാറ്റു ഇപ്പോൾ റോമൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തോ ഒരു ഇതുണ്ട് അതിനകത്ത്.
അപ്പം ജേക്കബ് ഫാറ്റു റെഡി ഫുള്ളി അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഒരു സ്മാക്ക് ഡൗണിൽ സിക്കോയെ കാണാൻ പോയി. അപ്പം സോളോ സിക്കോ പറയും, നീ ഇപ്പം റോമൻ്റെ ലാപ് ഡോഗാ, നീ നേരത്തെ ഒരു കില്ലറായിരുന്നു, യു ആർ ദ സമോൻ വേർ വുൾഫ്, നിനക്ക് ഇതെന്നാ പറ്റിയേ എന്നുള്ള രീതിയിൽ. എനിക്ക് റോമൻ്റെ അടുത്ത് കൂടെ പട്ടിയായിട്ട് നടക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ടെൽ റോമൻ ടു ഗോ ടു ഹെൽ എന്നുള്ള രീതിയിൽ സിക്കോ പറഞ്ഞു. അപ്പം ആ രീതിയിലൊരു അവിടെ ഇവിടെ എല്ലാം ആയിട്ട് ഈ ബ്ലഡ് ലൈനാണ് മുഴുവൻ പോകുന്നത്. ഒരു സൈഡിൽ ബ്ലഡ് ലൈൻസ് ആകെയാണ് മുഴുവൻ വേൾഡ് ടൈറ്റിൽ ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. അപ്പം എല്ലാ നൈറ്റിനും അവരതങ്ങനെ ഇവഞ്ച്വലി ഞാനിപ്പോഴും ഹോപ്പ് കൊടുക്കുന്നത് ഇവഞ്ച്വലി അവസാനം ഇപ്പോഴും എല്ലാ നൈറ്റിനും സപ്പോർട്ടുണ്ട്. അപ്പം അത് തന്നെ ചെയ്യും. അവസാനം ഒത്തിരി ചാൻസസ് എന്നുള്ള രീതിയിൽ അവസാനം അവനത് കിട്ടുമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് എല്ലാ നൈറ്റിന്റെ. ഹോപ്പ്ഫുള്ളി ഇപ്പം പുള്ളിക്കും പ്രായമായി വരുന്നു സംഭവം. ഇപ്പം നമ്മൾ സാമിയെ പോലെ പറഞ്ഞ പോലെ ഒന്ന് ചാമ്പ്യൻ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ഇപ്പം പുള്ളി ആണെങ്കിൽ റിബൽ ആവുന്നുണ്ട് കേട്ടോ. പുള്ളി പല ഷോയ്ക്കും ഇപ്പം നമ്മുടെ ക്രിസ് വാൻ വെൽറ്റിന്റെ ഷോയ്ക്കും ഒക്കെ വന്ന് പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഇപ്പം ആയിട്ട്. അപ്പൊ ഇനി എന്തെങ്കിലും ഇവര് WWE എന്തുകൊണ്ട് ഇത്രയും മെർച്ച് സെല്ല് ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മെർച്ച് സെല്ല് ചെയ്തെന്ന് പറഞ്ഞ് ജെയ്യൂസയെ കൊണ്ട് ചാമ്പ്യൻ ആക്കിയവരാണ്. സംഭവം വൈ നോട്ട്? അതിലും എന്തൊരു നല്ലൊരു വർക്കറാണ്, നല്ല പെർഫോമറാണ് എല്ലേ നൈറ്റ്. പിന്നെ നമുക്ക് ഇനിയിപ്പം നോക്കി കാണേണ്ടത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് ആണ് ഒബ്വിയസ്ലി. അതിനൂടെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് അവരുടെ പ്ലാൻ, എന്നാണ് സൗദിയിലേക്ക് നമുക്ക് കണ്ടുനിന്നിട്ടിരിക്കുക. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് All Wrestling Analyst.